ഇന്ന് നമുക്ക് ജെറേനിയത്തെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതായത് എൻ്റെ തോട്ടത്തിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ജെറേനിയാണ്. കണ്ടില്ലേ, ചട്ടി നിറച്ച് പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഒരു സൂത്രം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മണ്ണും നല്ല മണ്ണാണ്. ജോർഡാനിൽ സത്യം പറഞ്ഞ മണ്ണ് അടിപൊളി മണ്ണാണ്, നല്ല കറുത്തിട്ട് നല്ല മണ്ണാണ്. അപ്പം പിന്നെ ഇവിടെ ഈ വിൻ്ററൊക്കെ ഒന്ന് കഴിയാറാവുമ്പോഴാണ് ഇതെല്ലാം പൂക്കുന്നത്. ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണുമ്പോഴത്തേക്ക് എന്ത് രസമാണെന്ന് അറിയാവോ. നല്ല റെഡ് കളർ, ഇതിൽ ഇത്തിരി കളറുകളുണ്ട്. എൻ്റെ കയ്യിൽ പിങ്ക് ഉണ്ട്, ഒരു ലൈറ്റ് വൈറ്റ് ഉണ്ട്, കുറച്ച് കളക്ഷനാണ് എൻ്റെ. പക്ഷേ ഇങ്ങനെ ചട്ടി നിറഞ്ഞ് നമുക്ക് പൂത്ത് നിൽക്കാൻ ഒരു സൂത്രമുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ കാണിച്ചു തരാം ഓരോ ചട്ടിയിലും എങ്ങനെയാണ് ഇത് നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിനകത്തായിട്ട് നല്ല ഡാർക്ക് കളർ ഒരു ഷെയ്ഡും കൂടെ വരുന്നത്. ഇതൊക്കെ നിറയെ പൂക്കുന്നതാണ്. നല്ല ജെണ്ട് മാതിരി ഇങ്ങനെ പൂത്ത് വരും. റെഡ് ആണെങ്കിലും അതുപോലെയാണ്. ഇത് പൂത്തിട്ട് കരിഞ്ഞ് നിൽക്കുന്ന ഇതുമുണ്ട്. ഇതിൻ്റെ തണ്ടാണ് നമ്മൾ ഒടിച്ച് വീണ്ടും വീണ്ടും നടുന്നത്. ഞാൻ ഇവിടെ ഒരു ജെടിക്കാണ് ഞാൻ ഒരു ചെറിയ പ്ലാന്റ് മേടിച്ചത്. ഇത് കണ്ടില്ലേ, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അതിൻ്റെ പൂവിലും വ്യത്യാസമുണ്ട്. ഈ റെഡ് പോലെയല്ല, കുറച്ച് ലൈറ്റായിട്ടുള്ള പൂവാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നിറയെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു കുല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം നിൽക്കും. ഇത് പെട്ടെന്നൊന്നും കരിഞ്ഞു പോകത്തില്ല. ഏതാണ്ട് ഒരു 2 വീക്സൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പം നമുക്ക് അതാണല്ലോ നല്ലത്. പെട്ടെന്ന് ഇന്ന് വിരിഞ്ഞ് നാളെ പൊഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഗാർഡനെല്ലാം ഒന്നും ഇല്ലാത്തണായിരിക്കും. അതായത് നമ്മൾ നടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു തണ്ടൊടിക്കുക. തണ്ടൊടിച്ചതിന് ശേഷം ചെടിച്ചട്ടിയിൽ, നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിൽ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത ഒരു ചെടിച്ചട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെടിക്ക് മേടിച്ച ഒരു ചട്ടിയാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ഒടിച്ചൊടിച്ച് വേറെ വേറെ ഇതിലോട്ടാക്കിയിട്ട് നമ്മൾ എന്താണോ വീട്ടിലുള്ള വളങ്ങളൊക്കെ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഞാനൊരു വളം ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ നമ്മൾ ചാണകപ്പൊടിയോ നമ്മൾ വീട്ടിൽ ആട്ടിൻ്റെ കാഷ്ടമാണെങ്കിലും മുട്ടത്തോട് അങ്ങനെയൊക്കെയുള്ള എന്ത് ഇതാണെങ്കിലും നമുക്കതിലിട്ട് കൊടുക്കാം. റെഡാണ് ശരിക്കും കാണാൻ നല്ല ഭംഗി ഇതിൽ. അപ്പം ഞാൻ റെഡിൻ്റെ വെറൈറ്റി, ഡാർക്ക് റെഡ്, ലൈറ്റ് റെഡ്, അങ്ങനെയൊക്കെയുള്ള റെഡിൻ്റെ വെറൈറ്റിയാണ് ഞാൻ കൂടുതലും ഒടിച്ച് നട്ടിരിക്കുന്നത്. 1 രൂപയുടെ ഒരു ജെടിയുടെ കാര്യമല്ലേ ഉള്ളൂ. ഒരു ജെടിയാകുമ്പോൾ നല്ല 100 രൂപ, 100 സംതിങ് രൂപയാണ് വരുന്നത്. അപ്പം നമുക്ക് അത്ര പൈസ ഉണ്ടെങ്കിൽ തന്നെ ഗാർഡൻ മനോഹരമാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നോക്കിയാൽ ഒരു ഓറഞ്ച് കളറാണ്, ഓറഞ്ചും അല്ല എന്നാൽ ഒരു പിങ്കും അല്ലാത്തൊരു കളറാണ്. അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അത് ഞാനിങ്ങനെ ഇതുപോലെ ഒടിച്ചൊടിച്ച് വേറെ ചട്ടികളിലാക്കി നട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒരു ദിവസം എനിക്ക് ഓഫീസിൽ പോകണ്ട, ആ ദിവസം എൻ്റെ പണി ഇതൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഡാർക്കിൻ്റെ കുറച്ച് നല്ല ഡാർക്കാണ്, ബ്ലഡിൻ്റെ കളറാണ്. ഇത് വീഡിയോയിൽ എങ്ങനെ കാണുമെന്ന് അറിയില്ല, അല്ലാണ്ട് നോർമൽ നോക്കുമ്പോൾ ബ്ലഡിൻ്റെ കളറാണ് ഈ ജെറേനിയത്തിന്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ കളറുകളിലാണ് ഇത് കിട്ടുന്നത്. ഇവിടെ ഈ സമ്മർ സീസണിൽ ഇത് നിറയെ പൂത്ത് വരും. വിൻ്റർ ഏതാണ്ട് തീരുന്ന സമയമാകുമ്പോഴത്തേക്കാണ് ഇത് പൂത്ത് തുടങ്ങുന്നത്. എന്നിട്ട് ഒരുപാട് നാൾ നിൽക്കും. അപ്പം ഞാനും നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കുറച്ച് മതി, പിന്നെ ചെടിച്ചട്ടി എപ്പോഴും നിറഞ്ഞ് പൂത്ത് നിൽക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്ക് ഇഷ്ടം. പിന്നെ ഈ ചെടികളോടൊക്കെ വെച്ചാൽ നമ്മൾ ഡെയിലി പോയി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. ഇത് കണ്ടില്ലേ, വേറൊരു കളറാണ്, പിങ്ക് അല്ല, കുറച്ചൊരു റാണി പിങ്ക് എന്നോ അങ്ങനെ എന്തോ പറയണൊരു കളറാണ് ഈ ജെറേനിയം. അങ്ങനെ ഒരുപാട് കളറുകളുണ്ട്. റെഡാണ് ഞാൻ കൂടുതലും നടുന്നത്. റെഡാണ് എനിക്ക് അതിങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ ഇഷ്ടം തോന്നുന്നത്. റെഡാണ് ഞാൻ ആ ചെറിയ ചെടിച്ചട്ടിയിൽ നിന്നാണ് ഇതെല്ലാം ഇങ്ങനെ നിറച്ച് വച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച എൻ്റെ സമയം കൂടുതലും ഞാൻ ഈ ചെടിക്കൊക്കെ വേണ്ടി ഇതിനെ ഇളക്കുന്നു, പിന്നെ അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നു. കുറേ സമയം ഇതിനോടൊക്കെ ഞാൻ സംസാരിക്കും. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അതിനോടൊരു നമ്മൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കുക. അതുപോലെ തന്നെയാണ് ചെടികൾ. നമ്മളിങ്ങനെ സംസാരിക്കും, തലോടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനും നമ്മളോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് ഭയങ്കര ഒരു മനസ്സ് നിറഞ്ഞ ഒരു ഇത് തോന്നുന്നത്. നമുക്ക് അതങ്ങനെയല്ലേ അല്ലേ, നമ്മളൊരു ചെടിയാണെങ്കിൽ നട്ട് അതിൻ്റെ പൂക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പൂവില്ല, ഇല മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ നിറയെ ഇല വരും, പക്ഷേ അതിൽ പൂ വരത്തില്ല. അത് ഞാനിനിയിപ്പം മാറ്റും. ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് റോസയാണെങ്കിലും അങ്ങനെയാണ്, ചിലത് നിറയെ തിളിർത്ത് ഇങ്ങനെ വരും, പക്ഷേ പൂ വരത്തില്ല.
അതുപോലെയാണ് ഈ ജെറേനിയത്തിൻ്റെ ആ ഇലയും അങ്ങ് നിറയെ വന്നിട്ടുണ്ട്. പക്ഷേ പൂ വളരെ കുറവാണ്. ഇപ്പോൾ ഇല കുറഞ്ഞതിലെല്ലാം പൂ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിനുള്ളൊരു വളമാണ് ഞാൻ ചെയ്യുന്നത്. പഴത്തിൻ്റെ തൊലി, പിന്നെ നമ്മളെ തേയിലത്തൊത്ത്, മുട്ട തോട്, ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനമാണ്. ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിങ്ങനെ വച്ചേക്കുക. നമുക്ക് സമയം കിട്ടുമ്പോഴത്തേക്ക് അതിനെ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത്, പഴത്തൊലിയെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അടിച്ച് എടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലിക്വിഡായിട്ട് കിട്ടും. ഈ ലിക്വിഡിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഇതൊക്കെ മാസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 15 ദിവസം, മാസത്തിൽ 2, ഒന്നല്ലെങ്കിൽ 2, കൂടുതൽ ചെയ്യേണ്ട. മാസത്തിൽ 1-2 തവണ നമ്മളൊന്ന് അടിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കുറേശ്ശെ ഒഴിച്ച്, ഇതിന് വെള്ളം കൂടുതൽ വേണ്ട, കുറച്ച് മാത്രം മതി. അതുപോലെ റോസയും ഉണ്ട്. റോസയെ കണ്ടാൽ നല്ല മൊട്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതിന് വെള്ളവും കുറച്ച് മതി. കാണാൻ നല്ല ഭംഗിയാണ്. ബാൽക്കണി ആയിരുന്നാലും പൂന്തോട്ടമാണെങ്കിൽ നിറഞ്ഞ് പൂത്ത് നിൽക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെയുള്ള ഇതെല്ലാം നട്ട് നോക്കും. ജെറേനിയൊക്കെ നട്ട് നോക്കണം. അപ്പം നിങ്ങളെ ഗാർഡനും മനോഹരമാക്കാം.